മെയിൽ പാർട്ട്നേഴ്സിന് ഒരു അല്പം പോലും പേഴ്സണൽ സ്പേസ് കൊടുക്കാത്ത ഫീമെയിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. സാധാരണ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മെയിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ആൺകുട്ടീനെയാണ് മനസ്സിലേക്ക് വരിക അല്ലെ. സ്ത്രീകളുടെ തരത്തിലുള്ള ടോക്സിസിറ്റീനെ നമ്മൾ എവിടെയും അതിനെ അഡ്രസ് ചെയ്യോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യോ ചെയ്യാറില്ല. അതിനൊക്കെ പലപ്പോഴും ഓവറായിട്ടുള്ള സ്നേഹം, കെയറിങ് അല്ലെങ്കിൽ പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്നേഹം ഒരാളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, അത് കൺട്രോൾ ആണ്. മെയിൽ പാർട്ട്നേഴ്സിന് ഒരു അല്പം പോലും പേഴ്സണൽ സ്പേസ് കൊടുക്കാത്ത ഫീമെയിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് അവർ എവിടെ പോയാലും അവരുടെ അപ്ഡേറ്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഫോണിലെ പാസ്വേഡ് ലൊക്കേഷൻ ഒക്കെ മേടിച്ച് വെക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിന് വഴക്കുണ്ടാക്കുക. അതുപോലെ ഈ പാർട്ട്ണർ ഒന്ന് ഡൗൺ ആയ അല്ലെങ്കിൽ ഒന്ന് ടയേർഡ് ആയ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് എന്നോട് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടാണെന്ന് വിചാരിച്ച് വെക്കുക, സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, റീഅഷുറൻസ് മേടിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഇവർ ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇതിന് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നാണ് പറയാം. അതായത് ഇയാൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവരെ മുറുകെ പിടിക്കാൻ നോക്കുക. എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ, എന്നോടുള്ള സ്നേഹം കുറയോ, അതല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും ഇതുപോലെ എക്സ്പീരിയൻസ് പാസ്റ്റ് റിലേഷൻഷിപ്പിലോ ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിട്ടുള്ള നെഗ്ലക്ട്, ഇതൊക്കെ കാരണമായിരിക്കാം അവർ ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റും കൺട്രോളും കാണിക്കുമ്പോൾ മെയിൽ പാർട്ട്നേഴ്സ് ഉൾവലിയാൻ തുടങ്ങും. അവർ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കും, വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ തുടങ്ങും, മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഒക്കെ. ഇതിന് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ അവോയ്ഡൻസ് കാണിക്കുമ്പോൾ ഫീമെയിൽ പാർട്ട്നേഴ്സിന്റെ കൺട്രോൾ കൂടി വരികയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നഷ്ടമാവുന്ന ഭയം കൊണ്ട് മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അകന്നു പോവേ. ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക, പരസ്പരമുള്ള വിശ്വാസം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും.